ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നവരുടെ സംഗമം കൊച്ചിയിൽ നടന്നു. ലിസി ആശുപത്രിയിൽ നടന്ന സംഗമം അതിജീവനത്തിന്റെ നേർക്കാഴ്ചയായി. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഹൃദയങ്ങൾ ഒരേ വേദിയിൽ സംഗമിച്ചു. തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരെയും താങ്ങായി നിന്ന കുടുംബാംഗങ്ങളെയും സാക്ഷിയാക്കി അവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ലിസി ഹോസ്പിറ്റലും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തിയ ഹൃദയ സംഗമം സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അവിസ്മരണീയ ഒത്തുചേരലായി. ഹൃദയ കൂട്ടായ്മ വേണം, ആദരിക്കാൻ വേദി വേണം, സംഗമം നടത്തുവാൻ ലിസിയും വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്നെങ്കിൽ ചെന്നൈക്ക് പോകണം, അല്ലെങ്കിൽ അതായിരുന്നു ഇന്നത്തെ രീതി. അതിനൊരു മാറ്റം കൊണ്ടുവന്നു, ഒരു വലിയ വിപ്ലവമാണ് ഡോക്ടർ ജോസ് ചാക്കോ ഇവിടെ ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ അഭിനന്ദനത്തിനും അർഹനാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കും. ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡപകടങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങളെ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്ന ഇതുപോലെയുള്ള ജീവിത ശൈലി രോഗങ്ങൾ തടയുക, അതൊരു പരിധിവരെ മാറ്റിവെക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനാചരണങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പ്രാധാന്യം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ VJ കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരം പ്രമുഖ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. ലിസി ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ കരടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ട്രസ്റ്റി ഡോക്ടർ ജേക്കബ് എബ്രഹാം, കാർഡിയോളജി വിഭാഗം തലവൻ റോണി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, കൊച്ചി.